സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ. ഈ സങ്കീർത്തന ഭാഗത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ. അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവെ, അടിയങ്ങൾ ശ്രവിക്കുന്നു, അവിടുന്ന് അരുൾ ചെയ്താലും. 124 സങ്കീർത്തനം. കർത്താവിൻ്റെ നാമം നമ്മുടെ രക്ഷ. ഇസ്രായേൽ പറയട്ടെ, കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, ജനങ്ങൾ നമുക്കെതിരെ ഉയർന്നപ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ, അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. ജലപ്രവാഹം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു, മലവെള്ളം നമ്മെ മൂടിക്കളയുമായിരുന്നു. ആർത്തിരമ്പുന്ന പ്രവാഹം നമ്മുടെ മേൽ കവിഞ്ഞൊഴുകുമായിരുന്നു. നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കാതിരുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. വേടൻ്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മൾ രക്ഷപ്പെട്ടു. കെണി തകർന്ന് നാം രക്ഷപ്പെട്ടു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം. ദൈവജനമേ, സങ്കീർത്തനം 124 അധ്യായത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഇപ്പോൾ തിരിക്കാം. കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നില്ലെങ്കിൽ, ഇസ്രായേൽ പറയട്ടെ എന്ന് തുടങ്ങുന്ന ഈ സങ്കീർത്തന ഭാഗം അപകടങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ദൈവം തൻ്റെ ജനത്തെ എങ്ങനെ വിടുവിച്ചു എന്നതിൻ്റെ വളരെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്. ചുറ്റും അപകടങ്ങളുടെ തിരമാലകൾ ആഞ്ഞടിച്ചപ്പോൾ അതീവ ഭയാനകമായ സാഹചര്യങ്ങളിൽ പോലും തങ്ങളെ കാത്തു രക്ഷിച്ച ദൈവത്തിൻ്റെ കരുതലിനെ അവർ കൃതജ്ഞതയോടെ ഏറ്റുപറയുന്നു. ശത്രുക്കളുടെ കോപാഗ്നിയിൽ അവർ തകർന്നു പോകുമായിരുന്നിട്ടും ദൈവം, സർവശക്തനായ പിതാവ്, അവർക്ക് വേണ്ടി കോട്ടയായി നിലകൊണ്ടില്ലായിരുന്നെങ്കിൽ തങ്ങൾ നശിച്ചു പോകുമായിരുന്നുവെന്ന് അവർ ഹൃദയത്തിൽ തട്ടി ഓർക്കുന്നു. പക്ഷിയെപ്പോലെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസവും സ്വാതന്ത്ര്യവുമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ അന്തസത്ത. ഇത് കേവലം ഒരു ചരിത്ര സംഭവത്തിൻ്റെ ഓർമ്മപ്പെടുത്തലല്ല സഹോദരങ്ങളെ, മറിച്ച് എല്ലാ കാലഘട്ടങ്ങളിലും വിശ്വാസികൾക്ക് പ്രത്യാശ നൽകുന്ന ദൈവിക ഇടപെടലിൻ്റെ ഒരു മനോഹര സാക്ഷ്യമാണ്. പുറപ്പാടിന് ശേഷം വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിച്ച ഇസ്രായേൽ ജനത തങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളെയും അത്ഭുതകരമായ രക്ഷാപ്രവർത്തനങ്ങളെയും അനുസ്മരിച്ചുകൊണ്ട് ആലപിച്ച ഒരു ഗീതമായി ഇതിനെ നാം കാണണം. യെരുശലേമിലേക്കുള്ള തീർത്ഥാടന വേളകളിൽ ദേവാലയത്തിൽ വെച്ച് അവർ ഈ ഗീതം ഉരുവിട്ടിരിക്കാം എന്ന് പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. കാനാനിലെ ശക്തരായ ശത്രുക്കൾക്കിടയിലും തങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ച ഫറവോയുടെയും അവൻ്റെ സൈന്യത്തിൻ്റെയും പിടിയിൽ നിന്നും ദൈവം അവരെ കൈപിടിച്ച് നടത്തിയ അനുഭവങ്ങൾ ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലമായി വർത്തിക്കുന്നു. സ്വന്തം കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ മഹാശക്തിയാലാണ് തങ്ങൾ നിലനിൽക്കുന്നത് എന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ രക്ഷ ദൈവത്തിൽ നിന്നാണ് എന്ന് ഓരോ വചനത്തിലും അവർ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഈ ചരിത്ര പശ്ചാത്തലം ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലും സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് ധ്യാനിക്കാൻ നമ്മെ ഓരോരുത്തരെയും ഇന്നേ ദിവസം ഈ നിമിഷം പ്രേരിപ്പിക്കുന്നു. ഇന്നത്തെ പാപപങ്കിലമായ നമ്മുടെ ലോകത്തിലും ഈ സങ്കീർത്തന ഭാഗം വളരെ പ്രസക്തമാണ്. സാമ്പത്തിക പ്രതിസന്ധി, മാറാരോഗങ്ങൾ, കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകൾ, തൊഴിൽ നഷ്ടം എന്നിങ്ങനെ പല കെണികളിലും അകപ്പെട്ട് നട്ടം തിരിയുന്ന അനേകർ നമ്മൾക്കിടയിലുണ്ട്. നാമും ആ കൂട്ടത്തിൽ പെടുന്നുണ്ടാവും. പ്രത്യാശ നഷ്ടപ്പെട്ട് ഇനി ഒരു രക്ഷയുമില്ലെന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങളിൽ ഈ സങ്കീർത്തനം നമുക്ക് വഴികാട്ടിയാകണം. കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോകാൻ നമുക്ക് തീർച്ചയായും സാധിക്കും. സഹോദരങ്ങളെ, ലോകത്തിൻ്റെ കണ്ണിൽ നാം ഒരുപക്ഷെ ദുർബലരായിരിക്കാം, എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ നാം സുരക്ഷിതരാണ്. ശത്രുവിൻ്റെ കെണികളിൽ നിന്ന് പക്ഷിയെപ്പോലെ പറന്നുയരാൻ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം നമ്മെ തീർച്ചയായും സഹായിക്കും. സഹോദരങ്ങളെ, ഈ ബൈബിൾ ഭാഗത്തിൻ്റെ സന്ദേശത്തിൻ്റെ പൂർണ്ണത കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിലും പഠിപ്പിക്കലുകളിലും ദർശിക്കാൻ നമുക്ക് സാധിക്കും. യേശുവിൻ്റെ പീഡാനുഭവവും മരണവും ഒരു പരാജയമാണെന്ന് ലോകം കരുതിയെങ്കിലും പുനരുത്ഥാനത്തിലൂടെ ആ കെണികളെല്ലാം തകർത്ത് കർത്താവ് വിജയം നേടി.
പുതിയ നിയമത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകുമെങ്കിലും ധൈര്യമായിരിക്കുക, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്നാണ്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ പറയുന്നത് പോലെ നാം ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് കഷ്ടപ്പാടുകളുടെയും പീഡനങ്ങളുടെയും നടുവിലും ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം നമ്മെ എല്ലാം അതിജീവിക്കാൻ സഹായിക്കും. സഹോദരങ്ങളെ, ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാം. ദൈവത്തിലാണ് നമ്മുടെ സഹായം എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നയിക്കാൻ നാം അനുദിനം അനുനിമിഷം പരിശ്രമിക്കണം. ഏത് പ്രശ്നങ്ങളുടെ നടുവിൽ തളർന്നു പോകാതെ പ്രാർത്ഥനയിൽ നാം ആശ്രയിക്കണം. നമ്മുടെ ശക്തിയിലല്ല, ദൈവത്തിൻ്റെ ശക്തിയിലാണ് നാം ആശ്രയിക്കേണ്ടത്. ദൈവമാണ് നമ്മുടെ സഹായം എന്ന ബോധ്യത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിടാൻ നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ നാം പ്രത്യാശ അർപ്പിക്കുമ്പോൾ നമ്മെ തകർക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിയെയും ദൈവം തടഞ്ഞു നിർത്തും. അതിനൊന്നും നമ്മെ ഒന്ന് തൊടാൻ പോലും സാധിക്കുകയില്ല. ദൈവജനമേ, കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം ഒരുക്കമുള്ളവരായിരിക്കണം. ലോകത്തിൻ്റെ കെണികളിൽ നിന്നും ദുഷ്ടൻ്റെ വലയിൽ നിന്നും രക്ഷപ്പെട്ട നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് വിശുദ്ധിയോടെ ജീവിക്കണം. കർത്താവ് വീണ്ടും വരുമ്പോൾ നീതിമാന്മാരെല്ലാം കർത്താവിനോടൊപ്പം ചേർക്കപ്പെടും. അതുകൊണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ശക്തമായി നമുക്ക് നിലകൊള്ളാം. കാരണം കർത്താവിൻ്റെ സംരക്ഷണം നമുക്കെപ്പോഴും കോട്ടയായി നിലകൊള്ളും. ഭയപ്പെടാതെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മോടൊപ്പമുണ്ട്. കാരുണ്യവാനും സ്നേഹവാനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുശാസനങ്ങളിലൂടെയും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആശ്വാസത്തിനും ശക്തിക്കും ഞങ്ങൾ നന്ദി പറയുന്നു. വെറുതെ ഇരുന്നാൽ മതി, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന അവിടുത്തെ ഉറപ്പ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ഹൃദയശുദ്ധിയോടെ അങ്ങേ അന്വേഷിക്കാനും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അപ്പനായ അങ്ങയുടെ ശബ്ദം കേൾക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി കൊതിയോടെ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ കുലുങ്ങാത്ത വിശ്വാസത്തോടെ ജീവിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിന് സാക്ഷികളാകുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേ സമർപ്പിക്കുന്നു. ആമേൻ. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.